ദുരിതാശ്വാസ ക്യാമ്പിൽ സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ. ദുരന്തബാധിത പ്രദേശത്തെ നാശനഷ്ടം വിലയിരുത്തി. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. മലയോരം ഇതുവരെ കാണാത്ത പെരുമഴയിൽ വൻ ദുരന്തം വിതച്ച ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരി, രാജഗിരി പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ എത്തി നാശനഷ്ടങ്ങൾ നേരിട്ട് വിലയിരുത്തി. ദുരിതാശ്വാസ ക്യാമ്പിൽ സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ PV വിഷ്ണുരാജ് IAS പറഞ്ഞു. വേനലൊരു സമയമാണ്. ഇതുപോലെ സ്വന്തം വീടുകളിൽ നിന്ന് മാറി കിട്ടേണ്ടി വരുന്ന ഒരു സമയം. നിങ്ങൾ ഒരു ദിവസം കൂടി ക്ഷമിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീടുകൾ ക്ലീനായി തീരുന്നതോടൊപ്പം തന്നെ അങ്ങോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ എല്ലാവർക്കും, ഉദ്യോഗസ്ഥന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുകാരെല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ചെറുപുഴ ഈ ഒരു വിഷയം നേരിട്ട് കണ്ടറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നേരിട്ട് കണ്ടു. എല്ലാവിധ പിന്തുണയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് അഷ്വർ ചെയ്യുന്നു. ഒരു ദിവസം കൂടി നിങ്ങൾ ക്ഷമിക്കുക. ഉള്ള സമയം നിങ്ങളിവിടെ നിങ്ങളുടെ സാധനങ്ങളും മറ്റു ഗൃഹോപകരണങ്ങളും ഉൾപ്പെടെ നശിച്ചു പോയതായിട്ട് കാണുന്നുണ്ട്. പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതോടെ പുഴകളിലും തോടുകളിലും വെള്ളമിറങ്ങിയെങ്കിലും ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴ തുടരുന്നത് പ്രയാസമാണ്. മേഖലയിൽ റോഡുകൾ മുഴുവൻ തകർന്നു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കാർഷിക വിഭവങ്ങളും കൃഷിയിടവും ഒലിച്ചുപോയി. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ പ്രദേശത്ത് ശേഷിക്കുന്നത്. സമാനതകളില്ലാത്ത ദുരിതപ്പെയ്ത്തിൽ പുളിങ്ങോം, ജോസ്ഗിരി, കോഴിച്ചാൽ, ചെറുപുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായ മലവെള്ളപ്പാച്ചിലിനെയും പ്രളയത്തെയും അതിജീവിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നാട്ടുകാരും പഞ്ചായത്തും ജനങ്ങളും. ദുരന്തബാധിതരായ ആളുകൾക്കായി കോഴിച്ചാൽ സെന്റ് അഗസ്റ്റിൻ LP സ്കൂൾ, ഇടവരമ്പ് LP സ്കൂൾ, കന്നിക്കുളം നവജ്യോതി കോളേജ് എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. നവജ്യോതി കോളേജിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ 8 കുടുംബങ്ങളിലായി 40 പേരും, കോഴിച്ചാൽ സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ ക്യാമ്പിൽ 178 പേരും, ഇടവരമ്പ് LP സ്കൂളിൽ 30 പേരുമാണ് ഉള്ളത്. ജോസ്ഗിരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ക്യാമ്പുകളിലെ സാഹചര്യങ്ങളും രാജ്മോഹൻ ഉണ്ണിത്താൻ MP, V കുഞ്ഞികൃഷ്ണൻ MLA എന്നിവർ നേരിട്ടെത്തി വിലയിരുത്തി. ക്യാമ്പുകളിൽ കഴിയുന്നവരും ദുരന്തബാധിത പ്രദേശങ്ങളിലെ ആളുകളുമായും സംസാരിച്ച് ആശ്വാസ നടപടികൾ ഉറപ്പാക്കി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ്, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ്, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, പയ്യന്നൂർ ഡെപ്യൂട്ടി തഹസിൽദാർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രദേശത്ത് മെഡിക്കൽ സംഘവും ദുരിതാശ്വാസ പ്രവർത്തകരും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 2018 മഹാപ്രളയത്തെ ഒത്തൊരുമയോടെ അതിജീവിച്ച നാടാണ് നമ്മുടേതെന്നും ഏത് വലിയ പ്രതിസന്ധിയെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് മറികടക്കുമെന്നും ഈ ദുരിതകാലത്തെയും ഒറ്റക്കെട്ടായി അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നും MPയും MLAയും പറഞ്ഞു. സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരും MLAമാരും ഒക്കെ വന്ന് പറയുന്ന പോലെ അവരെ ഒന്ന് സാന്ത്വനിപ്പിച്ചു പോകലല്ല ആവശ്യം. അവർക്ക് അടിയന്തരമായി ഇതിന്റെ നഷ്ടപരിഹാരം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയ്ക്ക് എന്റെ സ്വാധീനം ഏതൊക്കെ മേഖലയിൽ ചെലുത്താൻ പറ്റുമോ അതൊക്കെ ചെലുത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായ സഹായം എത്തിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.